ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും അതുപോലെ തന്നെ എങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുക എന്നതുമാണ്. ഈ പോർഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനകത്ത് കോമ്പിനേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷനുമാണ് പഠിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക്, types of chemical reactions. Chemical reaction. In a chemical reaction, atoms of one element do not change into those of another element, nor do atoms disappear from the mixture or appear from elsewhere. Actually, the chemical reactions involve the breaking and making of bonds between the atoms to produce new substances. സോ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് പുതുതായിട്ടൊരു ആറ്റം വേറൊരു ഫോമിലേക്ക് മാറുകയോ ഒരു എലമെൻറ്റ് വേറൊരു ഫോമിലേക്ക് മാറുകയോ അല്ലെങ്കിൽ വേറൊരു മിക്സ്ചറിനകത്ത് നിന്നുള്ള പ്രൊഡക്ട്സ് ഇതിനകത്ത് ഈ കെമിക്കൽ റിയാക്ഷനിൽ അപ്പിയറോ ചെയ്യുകയോ ഇല്ല. ആക്ച്വലി ഇതിനകത്ത് നടക്കുന്നത് ശരിക്കും റീഅറേഞ്ച്മെൻ്റ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒക്വർ ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള എലമെൻസിൻ്റെ അല്ലെങ്കിൽ ആറ്റംസ് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. കൂടാതെ ദർ ഈസ് എ ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട്. സോ പഴയ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോണ്ടിലുള്ള പുതിയൊരു ഉള്ള എലമെൻറ്റ് വെച്ചിട്ടുണ്ട്, അതായത് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻസിനെ വെച്ചിട്ട് പുതിയതായിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു കെമിക്കൽ റിയാക്ഷൻ. സോ മൂവിങ് ഓൺ ടു അവർ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. Combination reaction, the activity number 1.1, take a small amount of calcium oxide or quicklime in a beaker. So calcium oxide is known as quicklime in a beaker. Slowly add water to this. Touch the beaker as shown in figure 1.3. Do you feel any change in temperature? So our first activity എന്ന് വെച്ചാൽ കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് കാൽഷ്യം ഓക്സൈഡ്, അതിന് വേറൊരു പേരാണ് ക്യുക്ലൈം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം ഓക്സൈഡിനെയാണ് ക്യുക്ലൈം എന്ന് പറയുന്നത്. ആ കാൽഷ്യം ഓക്സൈഡ് ഒരു ബീക്കറിനകത്ത് കുറച്ച് സ്മോൾ എമൗണ്ട് ആയിട്ട് എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. സ്ലോലി ആയിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ നിങ്ങൾ ബീക്കറിൻ്റെ ഔട്ട്സൈഡ് സർഫസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ടെമ്പറേച്ചർ ഫീലിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒബ്സർവ് ചെയ്യണം. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് slaked lime, that is calcium hydroxide, releasing a large amount of heat. So calcium oxide നമ്മൾ ഈ കുറച്ച് എമൗണ്ട് ഓഫ് നമ്മൾ എടുത്തല്ലോ, ആ കാൽഷ്യം ഓക്സൈഡ് അതായത് ക്യുക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് എന്ത് പറയുന്നത്, സ്ലേക്ഡ് ലൈം എന്ന് പറയുന്നത്. SLAKED ആണ് സ്ലേക്ഡ് ലൈമിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, ആൻഡ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെനെവർ വി ടച്ചസ് ദി ബീക്കർ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, അവിടെ ഒരു ഹീറ്റ് ഫീൽ ചെയ്യും, അതായത് ഒരു ഹോട്ട്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇൻ ദിസ് റിയാക്ഷൻ ദ കാൽഷ്യം ഓക്സൈഡ് ആൻഡ് വാട്ടർ കമ്പൈൻ ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ്. സോ ദർ ആർ ടു റിയാക്റ്റൻസ് ഹിയർ, ദാറ്റ് ഈസ് വൺ ഈസ് കാൽഷ്യം ഓക്സൈഡ് ഇൻ ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് H2O വാട്ടർ ഇൻ ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇതെല്ലാം കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വി ഗോട്ട് ദ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് സ്ലേക്ഡ് ലൈം. ഓക്കെ, so two reactants, that is the calcium oxide and as well as the H2O water in the liquid state, react to form a single product, or one or more reactants combine to form a single product. This type of reaction is known as combination reaction. Combination എന്ന് വെച്ചാൽ എന്താ, കൂടിച്ചേരുന്നല്ലേ. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, so there is a question, do you know, നിങ്ങൾക്കറിയോ, a solution of a slaked lime produced by reaction of 1.13. so this is the reaction of production of slaked lime, okay, is used for whitewashing walls. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സ്ലേക്ഡ് ലൈം, ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് റിയാക്ട്സ് slowly with the carbon dioxide in the air to form a thin layer of calcium carbonate on the walls. So ഈ calcium hydroxide, that is aqueous ഫോമിനകത്തുള്ള calcium hydroxide നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട്
റിയാക്ട് ചെയ്തിട്ടാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ഫോം, ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റ്. അതാണ് നമ്മളെ വാളിൽ നമ്മൾ ശരിക്കും കാണുന്നത്. സോ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ 2 to 3 days ഓഫ് വൈറ്റ് വാഷിംഗ് ആൻഡ് ഗീവ്സ് എ ഷൈനി ഫിനിഷ് ടു ദ വാൾസ്. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഈ വൈറ്റ് വാഷ് അടിച്ചതിന് ശേഷം നമുക്കൊരു തിൻ ലെയർ ഓഫ് ഒരു ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ. കുറച്ച് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഈ നമ്മൾ വൈറ്റ് വാഷ് അടിച്ചത് കുറച്ചൊരു തിക്നെസ് ആയിട്ടുള്ള രൂപത്തിൽ കാണുന്നത്. ഓക്കെ, it is interesting to note that chemical formula for marble is calcium carbonate. So ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന അറ്റ്മോസ്ഫിയറിനകത്തുള്ള CO2 ആയിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സും അതുപോലെ തന്നെ നമ്മൾ മാർബിളിൻ്റെയും കെമിക്കൽ ഫോർമുലയും സെയിം ആണ്. ഇറ്റ് ഈസ് CaCO3. So this is a reaction that is calcium hydroxide, that is the slaked lime, which on reaction with the CO2 in the atmosphere, that is carbon dioxide in the atmosphere, to give calcium carbonate, that is calcium CaCO3 plus water. Okay, so let us discuss some more example of combination reaction. So these are some more examples for the combination reaction, that is burning of coal. അതായത് കരി കത്തിക്കുന്നത്, അതായത് burning of coal, that is carbon in its solid form reacts with the oxygen in the atmosphere to give carbon dioxide. വേറൊരു എക്സാമ്പിളാണ് ഫോർമേഷൻ ഓഫ് വാട്ടർ. സോ നമുക്കറിയാം വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആണ് ഫോർമുല. സോ വാട്ടർ ഈസ് ഫോംഡ് ഫ്രം ഹൈഡ്രജൻ ആസ് വെൽ ആസ് ഓക്സിജൻ്റെ കോമ്പിനേഷൻ പ്രകാരമാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, വൺ ഓർ മോർ റിയാക്റ്റൻസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ്. ഒന്നിൽ കൂടുതലോ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനാണ് combination reaction എന്ന് പറയുന്നത്. combination reaction is very important. So moving on to the next paragraph, when two or more substance, that is elements or compounds, combine to form a single product, the reactions are called combination reactions. Okay, the reactions in which heat is released along with the formation of products are called exothermic chemical reactions. So reactionsനകത്ത് ഇങ്ങനത്തെ റിയാക്ഷനകത്ത് എപ്പോഴാണോ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റ് റിലീസ് ചെയ്യാവുക, അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് ഇങ്ങനത്തെ റിയാക്ഷൻസിൻ്റെ പേര്. നമ്മൾ പറഞ്ഞു ഈ ഒരു റിയാക്ഷനിൽ ബീക്കർ ടച്ച് ചെയ്തപ്പോൾ നമുക്കൊരു ഹോട്ട്നെസ് ഫീൽ ചെയ്തു. അങ്ങനത്തെ ഈ such type of reaction in which there is release of heat along with that of the products are called exothermic reactions. So moving on to the next example, that is the examples for exothermic reaction. Okay, first one is burning of natural gas. Natural gas in the burning, the natural gas is CH4. CH4 means natural gas methane. CH4 stands for methane. Okay, methane on combustion, that is reacting with oxygen, it forms CO2, that is carbon dioxide as well as water in the gaseous state. This is an example of exothermic reaction. And next example is, do you know that respiration is an exothermic reaction? Inkaryo, respiration is an exothermic reaction. Of course, respiration or exothermic reaction aane. We all know that we need energy to stay alive. We get this energy from the food we eat. During the digestion, food is broken down into simpler substances. For example, rice, potato, bread contain carbohydrates. These carbohydrates are broken down to form glucose. This glucose combines with the oxygen in the cells to in our body and provides the energy. So നമുക്കറിയാം, നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരത്തിനകത്ത് എന്തൊക്കെയുണ്ട്? റൈസിലും പൊട്ടാറ്റോയിലും അതുപോലെ തന്നെ ബ്രെഡിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. സോ കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് ഇസ് ദ ഗ്ലൂക്കോസ്, C6H12O6. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെൽസിനകത്ത് പ്രസൻറ്റ് ആയിട്ടുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. സോ C6H12O6, that is the glucose, combines with the oxygen present in the cell to form the carbon dioxide, to release carbon dioxide, water and energy. സോ അങ്ങനെയാണ് നമുക്ക് എനർജി ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്ന റിയാക്ഷനാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. So moving on to the third example, that is the decomposition of vegetable matter into compost is also an example of exothermic reaction. നമുക്കറിയാം, നമ്മൾ കമ്പോസ്റ്റ് പിറ്റ് ഉണ്ടാക്കില്ലേ, വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ആ കമ്പോസ്റ്റ് പിറ്റിനകത്ത് നമ്മൾ വേസ്റ്റ് ഇട്ടിട്ട് അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഡീകമ്പോസ്ഡ് ആവും, അതായത് കുറച്ച് കാലം കഴിഞ്ഞ് ചീഞ്ഞ് പോകും. ഈ ചീഞ്ഞ് പോകുന്ന സമയത്ത് എന്ത് നടക്കുന്നുണ്ട്? there is an exothermic reaction takes place.
So identify the type of reaction taking place in the activity 1.1 where the heat is given out along with the formation of a single product. So എന്തായിരിക്കും നമ്മൾ activity 1.1? Activity 1.1 എന്തായിരുന്നു? Yes, it's magnesium on reaction with oxygen to give magnesium oxide which is a white powder. Okay, in that reaction heat produce ചെയ്തിട്ടുണ്ടായിരുന്നു. So these are examples for combination reaction as well as heat release ചെയ്തുകൊണ്ട് അത് exothermic reaction ആണ്. So there is a next topic that is these are all about the combination reaction. Hopefully നമ്മൾ combination reaction പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ exothermic reaction പഠിച്ചു, exothermicലെ കുറച്ച് എക്സാമ്പിൾസും പഠിച്ചു. So moving on to the next part that is the decomposition reaction. So decomposition reactionൽ ഫസ്റ്റ് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ്. So this activity means take 2 gram of ferrous sulfate crystals in a dry boiling tube. Okay, ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ ഡ്രൈ ആയിരിക്കണം. ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് എടുക്കണം? ഫെറസ് സൾഫേറ്റ് എടുക്കണം. ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. നോട്ട് ദ കളർ ഓഫ് ഫെറസ് സൾഫേറ്റ്. സോ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് എന്ത് കളറിലാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ ഗ്രീൻ കളറിലാണ് ഫെറസ് സൾഫേറ്റ് ഉള്ളത്. ആൻഡ് heat the boiling tube over the flame of a burner or a spirit lamp as shown in the figure. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് നമ്മൾ സ്പിരിറ്റ് ലാമ്പിൽ അല്ലെങ്കിൽ ബേണറിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്യണം. പക്ഷേ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസോ അല്ലെങ്കിൽ നമ്മുടെ നൈബറിൻ്റെ ഫേസോ ഒന്നും അതിനടുത്തേക്ക് വെക്കാൻ പാടില്ല, കാരണം ഇത് വേറൊരു റിയാക്ഷൻസ് ആണ്. ബി കെയർഫുൾ. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദാറ്റ് ദ ഗ്രീൻ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഹാസ് ചേഞ്ച്. സോ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ ഓഫ് ഫെറസ് സൾഫേറ്റ് ചേഞ്ച് ആകും. യു ക്യാൻ ഓൾസോ സ്മെൽ എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഓഫ് ബേണിംഗ് സൾഫർ. സോ ഫെറസ് സൾഫേറ്റിനകത്ത് സൾഫർ ഉള്ളതുകൊണ്ട് സൾഫർ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം സ്മെല്ലിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ റിയാക്ഷൻ ദാറ്റ് ഈസ് ഫെറസ് സൾഫേറ്റ് FeSO4. ആക്ച്വലി ഫെറസ് സൾഫേറ്റിൻ്റെ ഇക്വേഷൻ FeSO4 7H2O ആണ്. സോ FeSO4 7H2O that is in the solid form which undergo heat, that is undergo decomposition to form Fe2O3, that is the ferric oxide, and SO2 and SO3. SO2 and SO3 are the two gases which are released after this reaction. Okay, SO2 SO3 ആണ് ഈ റിയാക്ഷന് ശേഷം റിലീസ് ചെയ്യുന്ന രണ്ട് ഗ്യാസസ്. Okay, this reaction is very 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 important. In this reaction, you can observe that a single reactant breaks down into similar products. So, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്റ്റൻറ്റ് എന്ത് ചെയ്യുന്നു, 1 2 3 റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ദിസ് ഇസ് എ ഡീകമ്പോഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഇതിനെയാണ് ഡീകമ്പോഷൻ റിയാക്ഷൻ. ദ റിയാക്ഷൻ ഇൻ വിച്ച് എ സിമ്പിൾ റിയാക്റ്റൻറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 1 or more products is known as decomposition reaction. Once more I repeating, a reaction in which a single reactant converts to form 1 or more products. These are called a decomposition reaction. Ferrous sulfate crystals, that is FeSO4 7H2O, lose water when heated and the color of the crystal change. സോ നമ്മൾ പറഞ്ഞു FeSO4 7H2O എന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റിൻ്റെ ഇക്വേഷൻ. അത് എന്ത് കളറിലായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഗ്രീൻ ഇൻ കളർ. അത് ഡീകമ്പോസ് ചെയ്ത് അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്തിട്ട് ഫെറിക് ഓക്സൈഡ് ആകും. ദാറ്റ് ഈസ് Fe2O3 ഫെറിക് ഓക്സൈഡ്. ഓക്കെ, പിന്നെ സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സൾഫർ ട്രയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, വൈൽ SO2 and SO3 ആർ ഗ്യാസസ് സ്റ്റേറ്റ്. സോ ഈ റിയാക്ഷനിനകത്ത് ഫിസിക്കൽ സ്റ്റേറ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. So moving on to next paragraph, decomposition of calcium carbonate to calcium oxide and carbon dioxide on heating is an important decomposition reaction used in various industries. Calcium oxide is known as lime or quicklime. It has many uses. One is the manufacturing of cement. So decomposition of calcium carbonate, CaCO3 യുടെ decomposition. So this is the decomposition reaction. അതായത് ലൈംസ്റ്റോൺ അല്ലെങ്കിൽ മാർബിൾ, ദിസ് അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം CaO, that is the quicklime, and carbon dioxide is evolved out. So quicklime, that is the CaO, very important ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സിമെൻറ്റ് മാനുഫാക്ചർ. സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്യണം, കാൽഷ്യം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമെൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രീസ്. So there is another example of thermal decomposition reaction. Okay, so this reaction, ഈ type of reaction ആണ് thermal decomposition reaction എന്ന് പറയുന്നത്. കാരണം when a decomposition
occurs or carried by heating is known as thermal decomposition reaction. അപ്പോൾ decomposition reaction taking place in the presence of heat are known as thermal decomposition reaction. Very important ആണ്. അടുത്ത എക്സാമ്പിൾ ആണ്. Another example for thermal decomposition reaction is given below. You take 2 gram of lead nitrate. Lead nitrate എടുക്കുക in a boiling tube and hold the boiling tube with a pair of tongs or heat in a given flame. What do you observe and write down the change? So lead nitrate ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? സോ ലെഡ് നൈട്രേറ്റിനകത്ത് നൈട്രേറ്റ് ഉള്ളതുകൊണ്ട് ദർ ഈസ് ആഫ്റ്റർ ഡീകമ്പോസിഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നൈട്രജൻ ഗ്യാസ് NO2 gases evolved out. So the NO2 gases emission of down fumes, these fumes are nitrogen dioxide, that is the NO2 gas. So NO2 ഗ്യാസിൻ്റെ കളറാണ് ബ്രൗണിഷ് കളറാണ്. സോ ബ്രൗണിഷ് ഫ്യൂംസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ്. സോ ബ്രൗണിഷ് ഫ്യൂംസ് വി ഗോട്ട് ആർ ദി nitrogen dioxide gas. So moving on to the experiment, that is a chemical reaction. Lead nitrate, that is PbNO3 twice on heating gives PbO, that is lead oxide, as well to evolves that what NO2 as well as oxygen. This is a reaction that is the product of the activity 1.6. okay, so moving on to 1.7. this is an interesting activity, interesting decomposition reaction. So in this reaction നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടേക്ക് എ പ്ലാസ്റ്റിക് മഗ്. ഒരു പ്ലാസ്റ്റിക് മഗ് എടുക്കുക. ഒരു പ്ലാസ്റ്റിക് മഗ് എടുത്തു. എന്നിട്ട് അതിനകത്ത് 2 ഹോൾസ് ഡ്രില്ല് ചെയ്യണം. അതിന് ശേഷം ഫിറ്റ് റബ്ബർ സ്റ്റോപ്പേഴ്സ് ഇൻ ദീസ് ഹോൾസ്. ഈ ഹോൾസിനകത്ത് റബ്ബർ സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യണം. സോ റബ്ബർ സ്റ്റോപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതുപോലത്തെ റബ്ബർ സ്റ്റോപ്പർ നിങ്ങൾ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടാകും. ഇതാണ് റബ്ബർ സ്റ്റോപ്പർ എന്ന് പറയുന്ന സാധനം. സോ ഈ റബ്ബർ സ്റ്റോപ്പർ നമ്മൾ ഈ ബോട്ടം ഓഫ് ഈ മഗ്ഗിൻ്റെ ബോട്ടത്തിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം insert the carbon electrodes in these rubber stoppers and connect these electrodes to 6-volt battery. അതിനുശേഷം ഈ 6-volt ബാറ്ററിയിലേക്ക് ഫോർ എ 6-volt ബാറ്ററി എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. സോ ദർ ഇസ് എ നെഗറ്റീവ് സൈഡ് ദാറ്റ് ഈസ് ദ കാഥോഡ് ആൻഡ് ദ പോസിറ്റീവ് സൈഡ് ദാറ്റ് ഈസ് ദ ആനോഡ്. സോ നമുക്കറിയാം ഒരു വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വാട്ടർ ദാറ്റ് ഈസ് H2O ഓൺ സ്പ്ലിറ്റിംഗ് ഗീവ്സ് H2 + half O2. സോ വാട്ടറും ഹൈഡ്രജനും ഓക്സിജനുമാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ്. അപ്പോൾ ഹൈഡ്രജനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഈസ് H+. ദിസ് ഇസ് എ H+ ആയിട്ടുള്ളൊരു ആറ്റാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2- ആയിട്ടുള്ള ആറ്റാണ്. സോ ആസ് പെർ അവർ ബേസിക് ഫിസിക്സ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് അട്രാക്ട്സ്. സോ ഈ ഹൈഡ്രജൻ പോസിറ്റീവ് ആനിയോണുള്ള ഹൈഡ്രജന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നെഗറ്റീവ് സൈഡിലേക്ക് പോകുകയും അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള O2- വിൽ അട്രാക്ട് ടുവേർഡ്സ് ദി പോസിറ്റീവ് പാർട്ട് ദാറ്റ് ഈസ് ദ ആനോഡ് പാർട്ട്. ഓക്കെ, സോ ഓക്സിജൻ ആയിരിക്കും എന്ത് ആനോഡ് പാർട്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഗ്യാസ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആയിരിക്കും കാത്തോഡ് പാർട്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഗ്യാസ്. സോ ഓപ്പോസിറ്റ് റിയാക്ഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ is the volume of both gases same? No, because hydrogen water split ചെയ്യുമ്പോൾ hydrogen and half O2 are produced. So hydrogen produce ചെയ്യുന്നത് it will be double than that of the oxygen. Next question എന്ന് വെച്ചാൽ which gases present in each test tube? So in this test tube, that is in the cathode side it is hydrogen and in the anode side that is the oxygen. Okay, so moving on to the activity 1.8, take about 2 gram of silver chloride in a china dish. So china ഡിഷിനകത്ത് നമ്മൾ സിൽവർ ക്ലോറൈഡ് എടുക്കുകയാണ്. ആൻഡ് what is its color? So silver chloride obviously it is white in color. So place this china dish in a sunlight for some time. Do you know what happens? Because ഈ സിൽവർ ക്ലോറൈഡ് കളർ ചേഞ്ച് ചെയ്തിട്ട് it will become ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ, ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ യു വിൽ സീ ഇൻ ദിസ് വൈറ്റ്
silver chloride turns gray in color, that is dark in color. This is due to the decomposition of silver chloride into silver and chlorine by light. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിൽവർ ക്ലോറൈഡ് ഓൺ ഡീകമ്പോഷൻ, അതായത് സൺലൈറ്റിൽ കൊടുക്കുമ്പോൾ ഹീറ്റിൻ്റെ പ്രസൻസിൽ ഇറ്റ് വിൽ കൺവേർട്സ് ടു Ag, ദാറ്റ് ഈസ് സിൽവർ, ആൻഡ് ദാറ്റ് ഈസ് ഗ്രേ ഇൻ കളർ, ആൻഡ് ആസ് വെൽ ആസ് chlorine gases evolved out in this reaction. So there is another example that is in the same way, that is silver bromide reaction. So silver bromide on decomposition, that is under sunlight, it gives Ag and bromine gases evolved. So the above reaction is used in black and white photography. So in olden days നമ്മൾ black and white photography ഈ reaction ആണ് യൂസ് ചെയ്യുന്നത്, അതായത് the decomposition of silver bromide in the presence of sunlight to form the silver and the bromine gas. Okay, what form of energy is causing this decomposition reaction? ഏത് ഫോം ഓഫ് എനർജിയാണ് ഇതിനകത്ത് decomposition of reactionൽ ഹെൽപ്പ് ചെയ്യുന്നത്? Of course it is in the presence of sunlight, so it is known as photo decomposition reaction. Okay, photo decomposition reaction. Okay, you have seen that decomposition reaction require energy either in the form of heat, light or electricity for breaking down the reactants. The reaction in which energy are absorbed are called endothermic reaction. So endothermic reaction അകത്ത് എനർജി അബ്സോർബ് ചെയ്യും, അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ആ ബീക്കർ തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. സോ ദീസ് സച്ച് റിയാക്ഷൻസ് ഇൻ വിച്ച് എനർജി ആർ അബ്സോർബ്ഡ് ആർ കോൾഡ് endothermic reaction. Okay, so next is your experiment for you. You have to carry out the following activity, that is taking 2 gram of barium hydroxide. So നമ്മൾ barium hydroxide യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എടുക്കേണ്ടത് 1 gram ഓഫ് അമോണിയം ക്ലോറൈഡ് എടുത്തു, അമോണിയം NH4Cl അമോണിയം ക്ലോറൈഡ് എടുത്തു. ഓക്കെ, ആൻഡ് മിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലാസ് റോഡ് ആൻഡ് ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് എ പാം. സോ ഇത് ഈ അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ ബാരിയം ഹൈഡ്രോക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബോട്ടം ടച്ച് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ഡു യു ഫീൽ? ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ ഓർ എൻഡോതെർമിക് റിയാക്ഷൻ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നമുക്കിപ്പോൾ എക്സ്പെരിമെൻറ്റ് നടത്താൻ കഴിയില്ലല്ലോ. സോ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇറ്റ് ഗീവ്സ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. സോ ദ റിയാക്ഷൻ ആഫ്റ്റർ ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിc reaction. Okay, so after reaction of barium hydroxide on reacting with the ammonium chloride will gives barium chloride and ammonium hydroxide. So this is an endothermic reaction. നമ്മൾ പറഞ്ഞ endothermic reaction നകത്ത് heat energy is absorbed or ഏതെങ്കിലും type of energy is absorbed. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So moving on to our questions. Question number 1. A solution of a substance X is used for whitewashing. So whitewash ചെയ്യാൻ ഒരു എക്സ് എന്ന സബ്സ്റ്റൻസിന് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വൈറ്റ് വാഷിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് എക്സ് നെയിംഡ് ഇൻ ദ എബോവ് വിത്ത് വാട്ടർ. സോ എക്സിൻ്റെയും വാട്ടറിൻ്റെയും റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവും, എക്സിൻ്റെ സൊല്യൂഷൻ, അതായത് എക്സ് വിൽ ബി എ സോളിഡ് ഫോം. സോ സോളിഡ് ഫോം എക്സ് എന്തായിരിക്കും വൈറ്റ് വാഷ് യൂസ് ചെയ്യുന്നത്? യെസ്, ഒബ്വിയസ്ലി എക്സ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആയിരിക്കും, ദാറ്റ് ഈസ് CaO ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യുക്ലൈം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാൽഷ്യം ഓക്സൈഡ് ഈസ് ദ substance X which is used whose solution is used for white washing. So this is the reaction of calcium oxide on with the H2O, that is calcium hydroxide. So CaO on reaction with the water gives calcium hydroxide. So next question we are going to discuss, why is the amount of gas collected in one of the test tube in activity 1.7, that is the hydrolysis of water activity, double the amount of collected in the other, and name the gas? And what is the reason that both the amount of gases in the test tube are not equal, and name the gas? Okay, so this is the answer. In activity 1.7, the gas collected in one test tube is double than that of the other because water get hydrolyzed into H2 and half O2. So that is water on electrolysis gives H2 and half O2. So hydrogen gas produced will be double than that of oxygen gas. Okay, hence the amount of hydrogen collected is double than that of oxygen. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോലൈസിസിനകത്ത് ഡബിൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിജനെക്കാണെന്ന് മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. സോ ബൈ ദിസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു
പാർട്ട് 2, അതായത് അതിനകത്ത് കോമ്പിനേഷൻ റിയാക്ഷനും അതുപോലെ ഡീകമ്പോഷൻ റിയാക്ഷനും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാർട്ട് 3 നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു എവ്രി വൺ.